ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബഷീർ ദിനക്യൂസ് 2026 പാർട്ട് 5 ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വായനാ ദിനക്യൂസ്, പരിസ്ഥിതി ദിനക്യൂസ്, അക്ഷരമുറ്റം ക്യൂസ്, സ്വദേശ് മെഗാ ക്യൂസ്, അങ്ങനെ എല്ലാ ക്യൂസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അതെല്ലാം എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. പിന്നെ നിങ്ങൾ പാർട്ട് 1 മുതലുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് പോയി കാണുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. പ്രകൃതി സ്നേഹം പ്രകടമാക്കിയ ബഷീർ കഥ ഏതാണ്? ഉത്തരം തേന്മാവ്. ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1982. യാ ഇലാഹി എന്ന പുസ്തകത്തിൽ ബഷീർ എഴുതിയ കവിതയുടെ പേരെന്താണ്? ഉത്തരം അനശ്വര പ്രകാശം. ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വർഷം ഏതാണ്? ഉത്തരം 1930. ബഷീർ എഴുതിയ ബാല്യ സാഹിത്യ കൃതി ഏതാണ്? ഉത്തരം സർപ്പയജ്ഞം. ബഷീർ ആകെ എത്ര നാടകം എഴുതിയിട്ടുണ്ട്? ഉത്തരം 1. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം പ്രേം പാറ്റ. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1970. കുഞ്ഞിപ്പാത്തുമ്മ ഏത് ബഷീർ നോവലിലെ പ്രധാന കഥാപാത്രമാണ്? ഉത്തരം ൻ്റുപ്പുപ്പാക്കൊരാനണ്ടാർന്നു. ബഷീർ ഏത് സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്? ഉത്തരം തലയോലപ്പറമ്പ് മലയാളം പള്ളിക്കൂടം, വൈക്കം ഇംഗ്ലീഷ് സ്കൂൾ. ഗാന്ധിജിയെ കാണാൻ വേണ്ടി ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത് എങ്ങോട്ടേക്കായിരുന്നു? ഉത്തരം കോഴിക്കോട്ടേക്ക്. ഫാവി ബഷീറിനെ ബഷീർ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരെന്താണ്? ഉത്തരം ഫാബി താത്ത. ബഷീറിൻ്റെ ആത്മകഥാംശമുള്ള ആദ്യകാല നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. കോഴിക്കോട് ബഷീർ താമസിച്ചിരുന്ന വീടിൻ്റെ പേരെന്താണ്? ഉത്തരം വയലാലിൽ വീട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബഷീർ ദിനക്യൂസ് 2026 പാർട്ട് 5 ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 15 ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി പാർട്ട് 6 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.